ഹലോ, നമുക്കിന്നേ ഉപ്പിലിട്ടത് റീസ്റ്റോക്ക് ചെയ്താലോ? കഴിഞ്ഞോണ്ട് നെക്സ്റ്റ് പോയപ്പോൾ നല്ല കാന്താരമുളക് കിട്ടിയിട്ടോ. നാട്ടിലെ എരിവൊന്നുമില്ല, എന്നാലും നമ്മളത് ഉപ്പിലിട്ട് വെച്ചു. പിന്നെ ആപ്പിളും ഇപ്പം അതേ നമ്മൾ ചൗച്ചവും നെല്ലിക്കയും ഉപ്പിലിടാൻ പോവാണേ. എനിക്കും ഹസ്ബൻഡിന് ഇഷ്ടമായ കാരണം ഇടയ്ക്കിടയ്ക്ക് മേടിച്ചത് റീഫില്ലയ്യേ. ഇപ്പം നമ്മുടെ കയ്യിൽ കാന്താരമുളകും നെല്ലിക്ക തീർന്നു കേട്ടോ. പിന്നെ ആപ്പിളാണ് ഇരിക്കുന്നത്. ആപ്പിൾ നമ്മൾ ആപ്പിൾ സിഡർ വിനീഗറിലാണ് ഇടുന്നത്, നോർമൽ വിനീഗർ യൂസ് ചെയ്യാറില്ല. അതുകൊണ്ട് അതിനൊരു നല്ല മധുരം കിട്ടും. ചൗച്ചവും ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പണ്ടെപ്പോഴും ബീച്ചിൽ പോയപ്പോൾ ഒരു തവണ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ക്രഞ്ചി ആയിട്ട് തോന്നി. അങ്ങനെ ഓർത്ത് വെച്ചിട്ടാണ് ഇപ്പോൾ കണ്ടപ്പോൾ അതൊന്ന് ഉപ്പിലിടാമെന്ന് വിചാരിച്ചത്. ഇതിനു മുമ്പ് ഈന്തപ്പഴം ഉപ്പിലിട്ടതുണ്ടായിരുന്നു കേട്ടോ, നല്ല ചെനച്ചത്. അത് തീർന്നു. അരിഞ്ഞു വെച്ച ചൗച്ചോയിലേക്ക് നമ്മൾ ഉപ്പും വിനീഗറും പിന്നെ ഈ കാന്താരിയുടെ കുറച്ച് ചേർക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് എരിവോടെ ഇരിക്കുമ്പോൾ നല്ല രസം. നിങ്ങൾ ചൗച്ചോ കഴിച്ചിട്ടുണ്ടോ? അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലും ഉപ്പിലിടാനുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ, നമുക്ക് നോക്കാമല്ലോ ട്രൈ ചെയ്ത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫേവറേറ്റ് ഉപ്പിലിട്ട ഏതാണെന്നും കൂടി കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഈ കാന്താരമുളക് നമ്മൾ ചമ്മന്തി അരക്കാനൊക്കെ എടുക്കും കേട്ടോ, ഭയങ്കര ടേസ്റ്റാണ്. നാട്ടിലൊരു ഓർമ്മയൊക്കെ വരും. ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് കേട്ടോ ആപ്പിൾ നമ്മളിട്ടത്. ഒരു തവണ പിങ്ക് ലേഡി എന്ന് പറഞ്ഞ സ്റ്റിക്കറുള്ള ഒരു ആപ്പിൾ മേടിച്ചു. പക്ഷെ അത് ഭയങ്കര പുളിയായിരുന്നു. ഫ്രിഡ്ജിൽ കുറേ നാളായിരുന്നു. അത് എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചപ്പോഴാണ് അത് ഉപ്പിലിടാമെന്ന് വിചാരിച്ചത്. ആദ്യം വിനീഗറിലാട്ടിട്ടത്, പിന്നീട് ആപ്പിൾ സിഡർ ഇട്ട് നോക്കിയപ്പോഴാണ് കുറച്ചും കൂടി നല്ലൊരു മധുരത്തോടുള്ള ടേസ്റ്റ് കിട്ടിയത്. പിന്നെ അതൊരു ശീലമായി. എപ്പോഴും ആപ്പിൾ കണ്ടു കഴിഞ്ഞാൽ നമ്മളത് മേടിച്ചിടാറുണ്ട് കേട്ടോ, റീഫിൽ ചെയ്യാറുണ്ട് എപ്പോഴും. ഇവിടുത്തെ നെല്ലിക്കൊക്കെ ഒരു ഇച്ചിരി കയ്പുള്ള കാരണം ഞാൻ ഒരു 5 മിനിറ്റ് ആവി കയറ്റിയിട്ടാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ഇതാട്ടോ നമ്മുടെ ഉപ്പിലിട്ടതിൻ്റെ റീസ്റ്റോക്കിംഗ് വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.